ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ IEDയുടെ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് നോക്കുന്നത്. ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിന്റെ എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന ചാപ്റ്റർ ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എന്റെ മെയിൻ പോയിന്റ്സിലേക്ക് കയറുന്നതിന് മുൻപ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താണ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ എൻവയോൺമെന്റിന്റെ ഒരു പ്രോപ്പർ ഡെഫിനിഷൻ എന്താണ്, അതിന്റെ ഫങ്ഷൻസ് എന്താണ്, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണം. അതുപോലെ തന്നെ കുറച്ച് അങ്ങോട്ട് നമ്മൾ പോയി കഴിയുമ്പോഴത്തേക്കും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണ് എന്നുള്ള ടോപ്പിക്സ് ഒക്കെ ആയിരിക്കും നോക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എൻവയോൺമെന്റ് ഡെഫിനിഷൻ ആൻഡ് ഫങ്ഷൻസ് നമുക്ക് നോക്കാം. സോ എൻവയോൺമെന്റ് അഥവാ പരിസ്ഥിതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ. പരിസ്ഥിതി എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ തരത്തിലുള്ള റിസോഴ്സസും വരുന്നുണ്ട്. എല്ലാ തരം റിസോഴ്സസും കൂടെ വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ പണ്ട് ബയോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും ബയോട്ടിക് അതുപോലെ അബയോട്ടിക് അല്ലെ. ബയോട്ടിക് അതുപോലെ തന്നെ അബയോട്ടിക്. എന്താണ് ബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് ബീങ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ. അതായത് ജീവനുള്ള എല്ലാത്തിനെയും നമുക്ക് ബയോട്ടിക് എന്ന് പറയാം. ഓക്കെ, ജീവനുള്ള എല്ലാത്തിനെയും നമുക്ക് ബയോട്ടിക് എന്ന് പറയാം. എന്നാൽ അബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനില്ലാത്ത വസ്തുക്കളെയാണ് അല്ലെ. ഇപ്പൊ എയർ, വാട്ടർ, ലാൻഡ് അല്ലെങ്കിൽ റോക്സ്, സൺലൈറ്റ്, ഇതൊക്കെ എന്താണ് അബയോട്ടിക് സബ്സ്റ്റൻസുകൾക്ക് എക്സാമ്പിൾ ആണ്. സോ ബയോട്ടിക് ഉണ്ട്, അബയോട്ടിക് ഉണ്ട്. ബയോട്ടിക് എന്ന് പറയുമ്പോൾ ജീവനുള്ള വസ്തുക്കളാണ് നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ ബേർഡ്സ്, ആനിമൽസ്, പ്ലാന്റ്സ്, ഫോറസ്റ്റ്, ഫിഷറീസ്, ഹ്യൂമൻ ബീങ്സ്, ഇവരെല്ലാം നമുക്ക് ബയോട്ടിക് ആയിട്ട് പറയാം, ജീവനുണ്ട്. പക്ഷെ അബയോട്ടിക് എന്ന് പറയുമ്പോൾ അവർക്ക് ജീവനില്ല. എയർ, വാട്ടർ, ലാൻഡ്, റോക്ക്, സൺലൈറ്റ് ഒക്കെ നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് പറയാം. അപ്പൊ ഈ ബയോട്ടിക്കും അബയോട്ടിക്കും തമ്മിലുള്ള ആ ഒരു ബന്ധമാണ് നമ്മൾ എൻവയോൺമെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കുന്നത്. അപ്പൊ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബയോട്ടിക് സബ്സ്റ്റൻസുകളും അബയോട്ടിക് സബ്സ്റ്റൻസുകളും തമ്മിലുള്ള ആ ഒരു ഇന്റർ റിലേഷൻഷിപ്പ് ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ അത് തമ്മിലുള്ള ഒരു ബന്ധമാണ് നമ്മൾ എൻവയോൺമെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു വട്ടം എക്സാമിന് PYQ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കുറെ സംഭവങ്ങൾ തന്നിട്ട് അതിനകത്ത് ബയോട്ടിക് ഏതാണ് അബയോട്ടിക് ഏതാന്ന് ക്ലാസിഫൈ ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ ബയോട്ടിക് എന്ന് പറയുമ്പോൾ ജീവനുള്ള വസ്തുക്കളാണ്, അബയോട്ടിക് എന്ന് പറയുമ്പോൾ ജീവനില്ലാത്ത വസ്തുക്കളാണ്, ഓർത്ത് വെച്ചിരിക്കുക. ഇനി നമ്മുടെ എക്സാമിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫങ്ഷൻസ് ഓഫ് ദ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. എൻവയോൺമെന്റിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പ്രധാനമായിട്ടും ഒരു 4 ഫങ്ഷൻസ് ആണ് വരുന്നത് കേട്ടോ. പ്രധാനമായിട്ടും 4 ഫങ്ഷൻസ് ആണ് വരുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഓരോ ഫങ്ഷൻസ് ആയിട്ട് നോക്കാം. ഇപ്പൊ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ എൻവയോൺമെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചാൽ റിസോഴ്സസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇറ്റ് സപ്ലൈസ് റിസോഴ്സസ് അല്ലെ. ഇപ്പൊ റിസോഴ്സസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എൻവയോൺമെന്റിന്റെ ഏറ്റവും ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇറ്റ് അസിമിലേറ്റ്സ് വേസ്റ്റ് ആണ്. അതായത് നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാവുന്ന വേസ്റ്റിനെ ഒരു പരിധി വരെ അല്ലെ, പ്രകൃതിയിൽ ഉണ്ടാവുന്ന അല്ലെ ഇപ്പൊ നമ്മൾ മനുഷ്യന്മാർ ഉണ്ടാക്കി കൊടുക്കുന്ന വേസ്റ്റുകൾ ഉണ്ടല്ലോ, ആ വേസ്റ്റിനെ ഒരു പരിധി വരെ ക്യാപ്ചർ ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ എൻവയോൺമെന്റിനുണ്ട്. പക്ഷെ അതിൽ കൂടുതലാവുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു കപ്പാസിറ്റിയിൽ കൂടുതലാവുമ്പോഴാണ് ഈ സാധനമൊക്കെ നമ്മുടെ പ്രകൃതിയെ മോശമായിട്ട് ബാധിക്കുന്നത്. അപ്പൊ ആ ഒരു വേസ്റ്റ് അസിമിലേഷൻ എന്ന് പറയുന്ന സംഭവം നമ്മുടെ എൻവയോൺമെന്റിൽ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. രണ്ടാമത്തത് ബയോഡൈവേഴ്സിറ്റി അല്ലെ. നമുക്കറിയാം നമുക്ക് എത്ര വൈവിധ്യമായിട്ടുള്ള എക്കോസിസ്റ്റം ആണുള്ളത് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ നമ്മൾ ഏറ്റവും നോർത്തിൽ നിന്ന് ഏറ്റവും സൗത്തിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ചേഞ്ചസ് കാണാനായിട്ട് പറ്റും. സോ ജീനിലായാലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബയോഡൈവേഴ്സിറ്റി ആണെങ്കിലും ഒക്കെ നമുക്ക് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സോ ലൈഫ് കൊടുക്കുക എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ആൻഡ് ഫൈനൽ വൺ ഈസ് എസ്തെറ്റിക് സർവീസുകൾ. ഇപ്പൊ നിങ്ങൾക്ക് ഈ ടൂറിസം പോലത്തുള്ള കാര്യങ്ങളൊക്കെ അറിയായിരിക്കുമല്ലോ. ഈ ടൂറിസം ഒക്കെ നമ്മൾ കൂടുതലും ടൂറിസം ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സീനറി ആണ് അല്ലെ, നമുക്ക് ഒരുപാട് കാണാനൊക്കെ ഉള്ളപ്പോൾ എൻവയോൺമെന്റ് ഏറ്റവും ബെറ്റർ ആയിട്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞിട്ടുള്ള ടൂറിസം പോലത്തുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു 4 ഫംഗ്ഷൻ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. റിസോഴ്സസ് കൊടുക്കുന്നു, വേസ്റ്റ് ക്യാപ്ചർ ചെയ്യുന്നു, ബയോഡൈവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ടൂറിസം പോലത്തുള്ള നമുക്ക് എൻജോയ്മെന്റ് അല്ലെ റിക്രിയേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നു. ഓക്കെ, അപ്പൊ ഇതിൽ ഫസ്റ്റ് നമുക്ക് റിസോഴ്സസിനകത്ത് 2 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന് റിന്യൂവബിൾ റിസോഴ്സ്, രണ്ടാമത്തത് നോൺ റിന്യൂവബിൾ റിസോഴ്സ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. റിന്യൂവബിൾ റിസോഴ്സസും ഉണ്ട്, നോൺ റിന്യൂവബിൾ റിസോഴ്സസും ഉണ്ട്. അപ്പൊ ഇത് PYQ ആണ്, നിങ്ങൾ ഓർത്തിരിക്കുക. റിന്യൂവബിൾ റിസോഴ്സ് എന്താണ്, നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. റിന്യൂവബിൾ റിസോഴ്സ് ആ പേര് പോലെ തന്നെ റിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് തീർന്നു പോകാത്ത അല്ലെങ്കിൽ നമുക്ക് പുനരുപയോഗിക്കാൻ കഴിയുന്ന വിഭവങ്ങളെയാണ് നമ്മൾ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പം നിങ്ങൾ ഒരു എക്സാമ്പിൾ വെറുതെ ഒന്ന് മനസ്സിൽ വിചാരിക്കുക, സോളാർ എനർജി.
ഓക്കെ, നമ്മൾ സോളാർ എനർജി നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ സോളാർ എനർജി എന്ന് പറയുന്ന സംഭവം ആക്ച്വലി എന്ത് ചെയ്യുന്നില്ല, തീർന്നു പോകുന്നില്ല അല്ലെ. നമുക്ക് ഇങ്ങനെ സൂര്യപ്രകാശം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു റിസോഴ്സസിനെ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിലും സോളാർ പാനലൊക്കെ ഉണ്ട് അല്ലെ. സോ സോളാർ എനർജി അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, തീർന്നു പോകുന്നില്ല. ഇതിന്റെ കണ്ടിന്യൂസ് സപ്ലൈ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ കാട്ടിലെ മരങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ ഓഷ്യനിലെ ഫിഷസ് ആണെങ്കിലും ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരൊക്കെ റിന്യൂവബിൾ ആണ് അല്ലെ. ഇവരൊക്കെ റീപ്രൊഡക്ഷൻ പ്രോപ്പറായിട്ട് നടത്തുവാണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ എന്താണ്, പെരുകി പെരുകി തന്നെ ഇരിക്കും. ഓക്കെ, അതേസമയം നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കും തോറും അത് തീർന്നുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഫോസിൽ ഫ്യൂവൽ അല്ലെ, നമ്മൾ പെട്രോളിയം എടുക്കില്ലേ, ഈ പെട്രോളിയത്തിന്റെ ഫോസിൽ ഫ്യൂവൽ എന്ന് പറയുന്ന സംഭവം അല്ലെ, പെട്രോളിയം അതിന്റെ ഫോസിൽ ഫ്യൂവൽ, ഈ ഫോസിൽ ഫ്യൂവൽ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, അത് തീർന്നു പോകും. ഓക്കെ, പെട്രോളിയം ഞാനിവിടെ എഴുതാം. ഓക്കെ, പെട്രോളിയം എന്ന് പറഞ്ഞ സാധനം ഫോസിൽ ഫ്യൂവൽ അത് തീർന്നു പോകുന്നതാണ്. അപ്പൊ അതിനെ നമുക്ക് നോൺ റിന്യൂവബിൾ റിസോഴ്സ്, അതിനെ നമുക്ക് റിന്യൂ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല. സോ റിന്യൂവബിൾ റിസോഴ്സസും ഉണ്ട്, നോൺ റിന്യൂവബിൾ റിസോഴ്സസും ഉണ്ട്, ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ റിസോഴ്സസ് സപ്ലൈ ചെയ്യുന്നു, വേസ്റ്റ് കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു, ജനറ്റിക് ആൻഡ് ബയോഡൈവേഴ്സിറ്റി, അതുപോലെ തന്നെ എസ്തെറ്റിക് സർവീസസ് തരുന്നു. ഇനി നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ക്യാരിയിങ് കപ്പാസിറ്റി? അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ഫങ്ഷൻസ് ഒന്നും പുറത്തുനിന്ന് യാതൊരു പ്രഷറും ഇല്ലാതെ നമ്മുടെ എൻവയോൺമെന്റിന് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെ. അതായത് ഇപ്പം നമ്മൾ എത്രമാത്രം റിസോഴ്സസ് അവിടെ നിന്ന് എടുത്താലും അത് എന്ന് പറയുന്നത് നമ്മുടെ എൻവയോൺമെന്റിന് ഒരു ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ട്. അപ്പം ഇപ്പൊ നമ്മൾ എത്ര റിസോഴ്സസ് ഒരു എൻവയോൺമെന്റിൽ നിന്ന് കണ്ടിന്യൂസ്ലി എടുത്താലും ഇത് തീർന്നു പോകാതെ വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു 4 ഫങ്ഷൻസ് ചെയ്യാൻ നമ്മുടെ എൻവയോൺമെന്റിനുള്ള ഒരു കപ്പാസിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതായത് പുറത്തുനിന്ന് ആരുടെയും ഒരു ഇന്ററപ്ഷൻ ഇല്ലാതെ തന്നെ നമ്മുടെ എൻവയോൺമെന്റിന് ഈ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അപ്പോ അതിനെയാണ് നമ്മൾ ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ റിസോഴ്സ് എക്സ്ട്രാക്ഷൻ നമ്മൾ എത്രമാത്രം റിസോഴ്സ് എടുത്താലും എന്ത് ചെയ്യണം, അതിന് കൂടുതൽ നമ്മുടെ പ്രകൃതിക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കണം അല്ലെ. ഇപ്പൊ നമ്മളൊരു 100 യൂണിറ്റ്, ഞാൻ എക്സാമ്പിൾ പറയാണ്, നമ്മളിപ്പോ എന്തെങ്കിലും ഒരു 100 യൂണിറ്റ് ഈ പറയുന്ന പോലെ പ്രകൃതിയിൽ നിന്ന് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി ഒരു 120 അടുത്ത വട്ടം എന്ത് ചെയ്യണം, പ്രകൃതിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇത് പറ്റാതെ വരുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ എൻവയോൺമെന്റൽ ക്രൈസിസ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഇവിടെയാണ് ഉണ്ടാവുന്നത്. അതായത് ഇപ്പൊ നമ്മൾ 100 എടുത്തു, പക്ഷെ എൻവയോൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു 120 പോയിട്ട് 100 പോലും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, 80 മാത്രം പ്രൊഡ്യൂസ് ചെയ്തു ഉണ്ടെങ്കിൽ അത് നമ്മുടെ എൻവയോൺമെന്റിന്റെ ക്യാരിയിങ് കപ്പാസിറ്റിയെ ബാധിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതൊരു എൻവയോൺമെന്റൽ ക്രൈസിസിലേക്ക് നയിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 ഫങ്ഷൻസും സുഗമമായിട്ട് ചെയ്യാൻ നമ്മുടെ എൻവയോൺമെന്റിന് പറ്റും വിത്തൗട്ട് എനി ഇന്ററപ്ഷൻ. അങ്ങനെ ഇന്ററപ്ഷൻ ഇല്ലാതെ ഇത് മുന്നോട്ട് പോകുന്നതിനെയാണ് നമ്മുടെ ആ ഒരു എൻവയോൺമെന്റിന്റെ ക്യാരിയിങ് കപ്പാസിറ്റി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇപ്പൊ നമുക്കറിയാം എൻവയോൺമെന്റൽ ക്രൈസിസ് എന്ന് പറയുന്നത് വളരെ അലാമിംഗ് ആയിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. കാരണം ഇപ്പൊ നിങ്ങൾ ഇന്ത്യ തന്നെ എടുക്കുക, ഇന്ത്യ എന്ന് പറയുന്നത് വളരെ പോപ്പുലസ് ആയിട്ടുള്ള അല്ലെ, ലോകത്തിലെ തന്നെ ഏറ്റവും പോപ്പുലസ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമുക്കുള്ള ആവശ്യങ്ങളും അതിനനുസരിച്ച് കൂടി വരികയാണ് അല്ലെ. എൻവയോൺമെന്റിനെ നമ്മൾ അത്രയും തന്നെ എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഓഫ് കോഴ്സ് എന്ത് ചെയ്യും, ഇപ്പൊ കൂടുതൽ ആൾക്കാരുള്ളിടത്ത് കുറച്ച് വിഭവങ്ങളെ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ ഓഫ് കോഴ്സ് സ്കേർസിറ്റി ഉണ്ടാവും. അപ്പൊ അത് നമ്മളുടെ എന്താണ് എൻവയോൺമെന്റിനെ അത്രയും മോശമായിട്ട് ബാധിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഈവൻ പല വിഭവങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, അതിനപ്പുറത്ത് എന്താണ് വേസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സോ അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ എൻവയോൺമെന്റിന്റെ തകർച്ചയിലേക്ക് നയിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. നമ്മൾ എന്താണ് ഇവിടെ പറഞ്ഞ ആ ഒരു ക്യാരിയിങ് കപ്പാസിറ്റി പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി ഉണ്ട്. അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ എൻവയോൺമെന്റിൽ വേസ്റ്റ് ഉണ്ടായി. ഓക്കെ, എൻവയോൺമെന്റിൽ വേസ്റ്റ് ഉണ്ടായി. ഈ വേസ്റ്റിനെ ഡീഗ്രേഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനെ അബ്സോർബ് ചെയ്യാനുള്ള എൻവയോൺമെന്റിന്റെ കപ്പാസിറ്റിയെ വിളിക്കുന്ന പേരാണ് അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു ഡീഗ്രഡേഷൻ, ഓക്കെ, അതായത് വേസ്റ്റിന്റെ ഡീഗ്രഡേഷൻ എങ്ങനെ എൻവയോൺമെന്റ് താങ്ങും, ആ താങ്ങുന്ന ഒരു കപ്പാസിറ്റിയാണ് അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ എൻവയോൺമെന്റൽ ക്രൈസിസ് എന്ന് പറയുന്ന ഒരു വലിയ ഇഷ്യൂ ആയിട്ട് മാറുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾക്കറിയാം പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്, റിവറിന്റെ
അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി കുറഞ്ഞതുകൊണ്ടാണ് അല്ലെ. ഒരു മാക്സിമം ലെവൽ ഓഫ് എന്താണ് വേസ്റ്റ് ഒക്കെ ഈ റിവറിന് തന്നെ വാനിഷ് ചെയ്ത് കളയാനായിട്ട് അല്ലെങ്കിൽ ഇല്ലാതാക്കാനായിട്ട് പറ്റും. പക്ഷെ അതിൽ കൂടുതലായാലോ, നമ്മൾ വിചാരിക്കുന്നതിലും അധികം വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്താലോ അത് ചിലപ്പം നിൽക്കണമെന്നില്ല അല്ലെ, അത് ഇവരുടെ ഒരു കയ്യിൽ നിൽക്കണമെന്നില്ല. സോ അതാണ് മോശമായിട്ട് അഫക്ട് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം ഗ്രൗണ്ട് വാട്ടർ ഒക്കെ ഇപ്പൊ നല്ല കുറഞ്ഞു വരികയാണ് അല്ലെ. ഗ്രൗണ്ട് വാട്ടറിന്റെ ഇഷ്യൂ ഇപ്പൊ നന്നായിട്ട് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ പറയാം കേട്ടോ. ഗ്രൗണ്ട് വാട്ടറിന്റെ ഓക്കെ, ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ അല്ലേ. അപ്പൊ അതാണ് അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി. ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എത്രമാത്രം റിസോഴ്സസ് ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിനനുസരിച്ചിട്ട് ഈ 4 ഫംഗ്ഷൻസും എങ്ങനെ നടത്തുന്നു. അതേസമയം അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു ഡീഗ്രഡേഷൻ അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ ഇപ്പൊ ആണെങ്കിൽ നമ്മൾ എന്താണ് റിന്യൂവബിൾ അതുപോലെ നോൺ റിന്യൂവബിൾ റിസോഴ്സ്. റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് പുതിയതായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റാത്ത, പുനരുപയോഗിക്കാൻ പറ്റാത്തതാണ് അല്ലെ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ കൂടുതൽ ഇതിൽ റിസർച്ച് നടത്തുന്നുണ്ട്. ടെക്നോളജികളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഇതിന്റെ പുതിയ വിഭവങ്ങൾ ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതിന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്ട്രാക്ഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇത് ഒത്തിരി എടുത്ത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ഇപ്പൊ റിന്യൂവബിൾ ആണെങ്കിലും നോൺ റിന്യൂവബിൾ ആണെങ്കിലും നമ്മൾ ഫ്യൂച്ചർ ജനറേഷനും കൂടെ വെച്ചിരിക്കണം അല്ലെ. അതല്ലാതെ എടുത്ത് ഓവറായിട്ട് യൂസ് ചെയ്താൽ അത് മോശമായിട്ട് തന്നെ ബാധിക്കും. അപ്പൊ ഇത് മാത്രമല്ല, ഇനി നമുക്ക് എന്താണ് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കൂടെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അല്ലെ. ഹെൽത്തിനെ ഇതെങ്ങനെയാണ്, എൻവയോൺമെന്റ് ഹെൽത്തിനെ എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്നത് ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാം, പൊല്യൂഷൻ ഒക്കെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് റെസ്പിറേറ്ററി അസുഖങ്ങൾ വരും അല്ലെ. ലങ് ക്യാൻസർ പോലത്തുള്ള അസുഖങ്ങൾ വരെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പൊല്യൂട്ടൻസ് നമ്മുടെ പ്രകൃതിയിലുണ്ട്. ലങ് ക്യാൻസർ വരെ ഉണ്ടാക്കുന്ന അല്ലെ, ബ്രോങ്കൈറ്റിസ് അല്ലെ, അങ്ങനെ പല അസുഖങ്ങൾ. വാട്ടർ ബോൺ ഡിസീസസ് ഒരുപാട് ഉണ്ടാവുന്നുണ്ട്, ലൈക്ക് കോളറ, ടൈഫോയിഡ് അല്ലെ. പൊല്യൂഷൻ ഒക്കെ കാരണം പല കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന പോലെ ആരോഗ്യത്തിന് വലിയ വില കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. അതായത് നമ്മുടെ ഇന്ത്യയിലെ എയർ ക്വാളിറ്റി, വാട്ടർ ക്വാളിറ്റി ഭയങ്കര മോശമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഡൽഹി എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ എടുക്കാം അല്ലെ. ഡൽഹിയിലൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ന്യൂസിൽ കാണുന്നതാണ്, റോഡ് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ സ്മോഗ് ഒക്കെ വരും അല്ലെ. സ്മോഗ് ഒക്കെ വരും, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് സ്മോക്കും ഫോഗും കൂടെ, പുകമഞ്ഞെന്ന് പറയും നമ്മള്, സ്മോക്കും ഫോഗും കൂടെ ചേർന്നിട്ട് റോഡ് പോലും കാണാൻ പറ്റത്തില്ല. ആക്സിഡന്റ്സ് ഒക്കെ അവിടെ പതിവാണ്. ഓക്കെ, സ്മോഗും ഫോഗും. അപ്പൊ അങ്ങനത്തുള്ള അവസ്ഥ. പിന്നെ വെള്ളത്തിന്റെ ക്വാളിറ്റി ആണെങ്കിൽ യമുനയുടെ കേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. യമുന അല്ലെ, യമുന നദി ഫുള്ള് എന്താണ് പതഞ്ഞാണ് ഒഴുകുന്നത് എന്ന് പറഞ്ഞാൽ അത്രയും ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആയിട്ട് പതഞ്ഞാണ് ഒഴുകുന്നത്. സോ 70% നമ്മുടെ ഇന്ത്യയിലെ വാട്ടർ എന്താണ് പൊല്യൂട്ടഡ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ മോശമായിട്ട് നമ്മളുടെ ഹെൽത്തിനെയും ബാധിക്കുന്നുണ്ട്. സോ ഹെൽത്തിനും അത്രയും ചെലവേറുകയാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഇനി നമുക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് ഗ്ലോബൽ വാർമിങ്ങും ഓസോൺ ഡിപ്ലീഷനും. ഈ പറയുന്ന എൻവയോൺമെന്റ് കാരണം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ 2 പ്രോബ്ലംസ് ആണ്. ഒന്ന് ഗ്ലോബൽ വാർമിങ്ങും, രണ്ടാമത് ഓസോൺ ഡിപ്ലീഷനും. ഓക്കെ, അപ്പം ഈ ഓസോൺ ഡിപ്ലീഷനും ഗ്ലോബൽ വാർമിങ്ങും ഒക്കെ തടയിടണമെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല പൈസ ഗവൺമെന്റിന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും കൂടുതലാണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് എന്ന് പറയുന്നത്. നിങ്ങൾ മൈക്രോ എക്കണോമിക്സിലൊക്കെ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലെ. നമുക്ക് എന്തെങ്കിലും ഒന്ന് നേടണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ലൂസ് സംതിങ് അല്ലെ. നമുക്ക് എന്തെങ്കിലും ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ അടുത്ത് ഡെവലപ്മെന്റ് ആണോ എൻവയോൺമെന്റിനാണോ പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇപ്പൊ എൻവയോൺമെന്റിന് നമ്മൾ ഓവർ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡെവലപ്മെന്റിന് ചിലപ്പോൾ പ്രാധാന്യം കുറയ്ക്കേണ്ടി വരും. ഇനി ഡെവലപ്മെന്റിന് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്താൽ എൻവയോൺമെന്റിന് ചിലപ്പോൾ നമ്മൾ പ്രാധാന്യം കുറയ്ക്കേണ്ടി വരും. സോ എങ്ങനെ പോയാലും ഇപ്പൊ ഡെവലപ്മെന്റിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ എൻവയോൺമെന്റ് വലിയ വില കൊടുക്കേണ്ടി വരും അല്ലെ. ഇപ്പം പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഈ പോപ്പുലേഷനൊക്കെ കൂടുന്നതിനൊക്കെ മുമ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ റിസോഴ്സസിന്റെ ആവശ്യം ഭയങ്കര കുറവാണ് അല്ലെ. റിസോഴ്സസിന്റെ ആവശ്യം കുറവാണ്, എന്നാൽ റിസോഴ്സസ് ഒത്തിരി ഉണ്ട് താനും. പക്ഷെ അത്രയും റിസോഴ്സസിന്റെ ആവശ്യം എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. ഓക്കെ, അതായത് അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി ഓക്കെ ആണ്. ഇപ്പം നമ്മുടെ എൻവയോൺമെന്റ് ഉണ്ടാക്കുന്ന വേസ്റ്റുകൾ അവർക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു, മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതല്ല അവസ്ഥ. അപ്പൊ അന്നത്തെ കാലത്ത് എന്തില്ല, എൻവയോൺമെന്റൽ ക്രൈസിസ് കുറവായിരുന്നു. കാരണം ആൾക്കാർക്ക് ഒരുപാട് ആവശ്യങ്ങളൊന്നും ഇല്ല.
പ്രകൃതിയും കൊണ്ട് വലിയ ആവശ്യങ്ങളൊന്നുമില്ല. എല്ലാം തുടങ്ങുന്ന ടൈമിൽ അല്ലെ, ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ തുടങ്ങുന്നതിന് മുൻപേ അത്ര എൻവയോൺമെന്റ് കൊണ്ട് ആവശ്യമില്ല. പക്ഷെ ഇപ്പൊ നോക്ക്, ഇപ്പൊ നമുക്ക് എന്തെടുത്താലും പ്രകൃതി എന്ന് പറയുന്നത് ഒരു ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമാണ് അല്ലെ. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന പേനയും പേപ്പറോ ആണെങ്കിൽ പോലും, ഇപ്പൊ പേപ്പർ എന്നൊക്കെ പറയുന്ന സാധനം തന്നെ മരത്തിന്റെ പൾപ്പാണ് അല്ലെ. അപ്പൊ അതിനൊക്കെ നമ്മൾ ഒരുപാട് മരം മുറിക്കേണ്ടിയൊക്കെ വരും. ഇപ്പൊ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാനൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, പക്ഷേ പോപ്പുലേഷൻ കൂടാൻ തുടങ്ങി, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നപ്പോഴത്തേക്ക് കാര്യങ്ങൾ മാറാൻ തുടങ്ങി അല്ലെ. നമുക്കറിയാം പ്രൊഡക്ഷൻ ആയാലും കൺസപ്ഷൻ ആയാലും എല്ലാം നമുക്ക് ഈ ഒരു റിസോഴ്സസ് വളരെ വളരെ ആവശ്യമാണ്. വന്നപ്പോഴത്തേക്കും എന്ത് ചെയ്തു, ആ ഒരു അബ്സോർപ്റ്റീവ് കപ്പാസിറ്റിയുടെ മേലുള്ള പ്രഷർ എൻവയോൺമെന്റിന് കൂടുകയാണ്. അതായത് കൂടുതൽ വേസ്റ്റുകൾ ഉണ്ടാകുന്നു. അതിനനുസരിച്ച് അതിനെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഡീഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് എല്ലാം ഉണ്ടാവുന്നത്. അപ്പൊ സപ്ലൈയും ഡിമാൻഡിന്റെയും ഒരു പോസിബിലിറ്റി ആണ് ഇവിടെ വരുന്നത്. നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് പണ്ടത്തെ കാലത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഒക്കെ വരുന്നതിന് മുമ്പേ ഡിമാൻഡ് കുറവും എന്നാൽ റിസോഴ്സസിന്റെ സപ്ലൈ കൂടുതലുമായിരുന്നു അല്ലെ. പക്ഷെ ഇപ്പൊ നോക്ക്, ഇപ്പൊ നമുക്ക് ഡിമാൻഡ് കൂടുതലാ. കാരണം പോപ്പുലേഷൻ കൂടി, ഇപ്പൊ നമുക്ക് ഡിമാൻഡ് കൂടുതലാ, എന്നാൽ സപ്ലൈ കുറവാ. ഇപ്പൊ ആൾക്കാർക്ക് എല്ലാവർക്കും വേണം, ഇപ്പൊ സപ്ലൈ എന്ത് ചെയ്തു, കുറഞ്ഞു. അപ്പൊ ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഓഫ് കോഴ്സ് നമ്മുടെ എൻവയോൺമെന്റൽ ക്വാളിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, വളരെ മോശമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പം സപ്ലൈ കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ എൻവയോൺമെന്റൽ റിസോഴ്സസിനെ വളരെ മോശമായിട്ട് യൂസ് ചെയ്യുകയാണ് അല്ലെ, മിസ്യൂസ് ചെയ്യുകയാണെന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ പൊല്യൂഷൻ എന്ന് പറയുന്നത്, വേസ്റ്റ് ജനറേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കിയിരിക്കേണ്ട കാര്യങ്ങൾ, എൻവയോൺമെന്റ് എന്താണ്, ബയോട്ടിക് അബയോട്ടിക് ഫാക്ടേഴ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഫങ്ഷൻസ് 4 ഇമ്പോർട്ടന്റ് ആണ്. അതിലെ തന്നെ റിന്യൂവബിൾ റിസോഴ്സസ്, നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ചോദിക്കും. ക്യാരിങ് കപ്പാസിറ്റി, അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി നോക്കിയിരിക്കുക. പിന്നെ നമുക്ക് ഇനി അടുത്തത് ഗ്ലോബൽ വാർമിംഗ് ആണ് നോക്കാനായിട്ടുള്ളത്. ഓക്കെ, സോ ഗ്ലോബൽ വാർമിംഗ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.